നിനക്കെന്താണ്? നിനക്കൊന്നും പറയാനില്ലടാ ഇതൊക്കെ കേട്ടിട്ട്. എടാ നീ അത് വിടറാ, അവൻ വെള്ളം അടിച്ചിട്ട് പുറത്ത് പറഞ്ഞല്ലേ. അല്ലടാ, അവൻ വെള്ളം അടിച്ചിട്ട് പറഞ്ഞതിലോ എവിടേക്കോ എനിക്കത് കൊള്ളുന്നുണ്ട്. എന്നോട് അമ്മ വേണ്ട 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 എന്ന് പറഞ്ഞത് 100 വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞ. ഇത്രയും നാളും പെണ്ണില്ലായിരുന്നപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, അറിയാമോ നിനക്ക്? അതിപ്പോ ഇങ്ങനെ ഞാനിതൊക്കെ എങ്ങനെ വിട്ടെടുത്തു? നീ അത് വിട്, ഞാൻ വെള്ളം അടിച്ചൊന്ന് ഓണാൻ വന്നപ്പോ കയ്യും കാര്യം വിറക്കും. നീ അവളോട് സംസാരിക്കും, പറയാലോ. ഇതിനകത്ത് എന്ത് സംസാരിക്കാനാടാ ഇനി? ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയോ? എടാ വെളിവില്ലാത്തവൻ എന്തൊക്കെയും പറഞ്ഞു നോക്ക്, നീ അതും വിശ്വസിച്ചിരിക്കുവാണ്. അവന് വെളിവുകൊണ്ട് വെള്ളിയാഴ്ച കൊണ്ടാ. എന്നാലും അവളെന്നെ ചതിച്ച് എനിക്ക് അവളോട് ചോദിക്കണം, പ്രതികാരം വിടണം. എടാ നീ അങ്ങനെ ചോദിക്കാനൊന്നും പോകണ്ട, വെറുതെ ആ വെളിയില്ലാത്തവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എങ്ങനെ നടന്ന ഞാനാ നിനക്ക് അറിയത്തില്ലേ? അമേരിക്കയിൽ പോവാ, നല്ലൊരു ജീവിതം, ഭാര്യ, ഇതൊക്കെ അവള് വന്നാ എന്നെ തോന്നിപ്പിച്ച് അവള് തന്നെ എന്നെ ചതിക്കുന്നത്. എടാ അതൊക്കെ കിട്ടിയില്ല അവള് വന്നപ്പോ, പിന്നെന്താ പ്രശ്നം? കിട്ടിയടാ, എനിക്ക് എല്ലാം കിട്ടി, വേറെ നിറച്ച്. എടാ ഇതൊക്കെ ഉണ്ടാക്കി പറഞ്ഞായിരിക്കടാ, നിക്കീനെ കെട്ടാത്ത കുറ്റബോധം കൊണ്ട് അവനൊക്കെ പറയുന്നതായിരിക്കും. നിക്കയുടെ ഒന്നും അല്ല, അവൻ പറഞ്ഞത് സത്യമാ. തീർന്ന് അതും തീർന്ന് തന്നടാ. ഇല്ല ഇതിനകത്തും ഇല്ലേ? ഇനി എന്ത് വേറെ കുപ്പി മേടിക്കാം. അതല്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എടാ ഏതാ പിന്നെ നീ തന്നെ വിളിക്കേ, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അല്ല, എനിക്ക് അതിനു മുമ്പ് എനിക്ക് നിക്കിനെ വിളിച്ചത് എല്ലാം തുറന്നു പറയണം. നിക്കിനെ വിളിച്ച് സംസാരിക്കണം. നിക്കിയോട് ഇതൊക്കെ പറയണോ? പിന്നെ ആരോടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്? ഞാൻ അവളെ വിളിച്ചെല്ലാം സംസാരിക്കാൻ പോവാ. അയ്യോ അയ്യോ, എടാ സൂക്ഷിച്ച്. ഞാൻ എല്ലാം പറഞ്ഞിട്ട് വരാം. നിക്കി, എല്ലാം പോയടേ, എല്ലാം പോയി. അവളെന്നെ ഇത്രയും നാളും ചതിക്ക് വരുന്നടേ. തന്നിക്ക് വേറെ റിലേഷനൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ കളഞ്ഞിട്ടാ, അവനെ ചതിച്ചിട്ടാ. പാവൻ ചെറുക്കൻ, എന്റെ ശാപം എന്റെ ജീവിതത്തിൽ വന്നത്. അവനെ ചതിച്ചിട്ടാ അവളെ എന്റെ കൂടെ ഇറങ്ങി വന്നത്. അവന്റെ കസിൻ ഉണ്ടല്ലോ, അവളുടെ കസിൻ വന്നിട്ട് അവിടെ വെള്ളം എടുത്തിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവളെ കുറിച്ച് അവൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ റിലേഷനെ അവനെ ഒഴിവാക്കിയിട്ടാ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നേ. എനിക്ക് കേട്ടിട്ട് തലയും കണ്ടു കറങ്ങുന്നത്. അമ്മ എപ്പോഴേ പറഞ്ഞേ വേണ്ട വേണ്ട. അങ്ങനൊന്നും ആയിരിക്കത്തില്ല, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല, എനിക്ക് എല്ലാം മനസ്സിലായി, എല്ലാം അണ്ടർസ്റ്റാൻഡ് ആയിട്ട് അവൻ പറഞ്ഞു തന്നത്. അവൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്, അവൻ്റെ പേരും അവൻ്റെ കൂട്ടുകാരനാണ്. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു, അമ്മയോടെ പറഞ്ഞതും എല്ലാം കൂടെ പറഞ്ഞ് കേട്ടിട്ട് ചേർത്ത് കൂട്ടി വായിച്ചു നോക്കിയപ്പോൾ സത്യസന്ധമായ കാര്യമാണ്. ചേട്ടാ ഒന്നുകൂടെ കൺഫേം ആക്കിയിട്ട് മതി ചേട്ടാ. ഇല്ല, ഇതിൽ രണ്ടിലൊരു തീരുമാനം എന്ന് പറഞ്ഞു. ഇല്ല, നീ വരുമ്പോഴത്തേക്ക് ഇതിലെല്ലാം ഇവിടെ തീരുമാനം ഉണ്ടാക്കിയിരിക്കും. എനിക്ക് അവളെ വിളിച്ചത് സംസാരിക്കണം. ഞാൻ അവളെ വിളിച്ചിട്ട് നിന്നെ വിളിക്കും ഞാൻ, കേട്ടോ? നീ തമ്പുരുവിനെ വിളിച്ചിട്ട് ഒരു കയർ എന്തോ ഒരു താരി എടുത്ത് വെച്ചിക്കാൻ പറ. ഞാൻ അവൾക്ക് വേണ്ടി വരുന്നുണ്ട്, കേട്ടോ? ഞാൻ എല്ലാം ഒന്ന് ശരിയാക്കും, കേട്ടോ? വേഗം പറയണേ. ഓക്കെ ഡീ, നിന്നെ ഇന്ന് ശരിയാക്കി തരാം. എവിടെ നീ? എവിടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, 5 മിനിറ്റിൽ ഞാൻ എണ്ണും. രണ്ടാമത്തെ സോഡ പൊട്ടുമ്പോൾ ഇവിടെ, അല്ല ബിയർ പൊട്ടുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കണം, കേട്ടല്ലോ? എന്നിട്ട് ഒരു കുപ്പിയും കൂടെ നീ ഇവിടെ കൊണ്ടും വരണം. എനിക്ക് എല്ലാം മനസ്സിലായിട്ട് നീക്ക് എന്നെ ചതിക്ക് വരുന്നല്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാടി ചതിച്ചി. നീ വാ കേട്ടോ, പെട്ടെന്ന്. അവള് വരുമ്പോഴേ ചോദിക്കണം, വെച്ചോണ്ടിരിക്കണ്ട. തീരുമാനം ഉടൻ വേണം, അടുത്ത പരിപാടി നോക്കണം. അവളൊക്കെ വരച്ച വരെ നിർത്തണടാ. അതാ എനിക്ക് പറ്റി തെറ്റ്. നീ ഒരാളല്ലേ, ഉള്ളം കയ്യിൽ നിർത്തണം അവളെ. ഒരുത്തന്റെ ജീവിതം ഇല്ലാതാക്കി കൂടെ. നീ വരുന്നുണ്ട്. ചോദിക്ക്. എന്താ കാര്യം? നിനക്ക് അറിയത്തില്ലല്ലോ? എടാ കളിക്കുന്ന കാര്യം പറ. തീരെ അറിയത്തില്ല നിഖിലെ, ഞാൻ ഷോപ്പിങ്ങിന് ഇടയിലാണ് ഓടി വന്നേക്കുന്നത്. എന്താ കാര്യം എന്ന് പറ. എന്നാ പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഇല്ലാത്ത നേരം നോക്കി കണ്ട അവന്മാരും കൂട്ടി മൂക്കറ്റം കൂടിയാണല്ലേ? കണ്ടവന്മാരല്ല, ഇത് ശ്യാം. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? നിന്റെ രണ്ടാം കാമുകനെ അറിയാവോ? രണ്ടാം കാമുകനോ? നീ കാര്യം അറിയാം. നീ ഒരുത്തനെ ചതിച്ചതും പോരാന്ന് നീ എന്റെ കൂടെ ജീവിതം നശിപ്പിച്ചല്ലേടി. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കെല്ലാം അറിയാടി, ഞാൻ എല്ലാം അറിഞ്ഞു. നിനക്ക് എന്തറിയാന്ന്? നിനക്കൊരു കാമുകൻ ഉണ്ടായിരുന്നതും അവനെ നീ ചതിച്ചെന്നും അത് കഴിഞ്ഞിട്ട് നീ എന്നെ കല്യാണം കഴിച്ചതെന്നും. നീ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ പറഞ്ഞാൽ നിന്നെ പോലെ ഒരുത്തരും ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. നീ ഇതിന് മുമ്പ് കണ്ടല്ലേടി, അല്ലേ? ശരി, സത്യല്ലേ? ഇപ്പോ ഇതൊക്കെ നിന്റെ തല പറഞ്ഞത് ആരായിരിക്കും? ആരാ എനിക്കറിയോ? ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഇവിടെ. ആര്? നിന്റെ കസിൻ നെടുമുടിയാ വേണു. എന്താ പേര്? അവൻ പറഞ്ഞു എന്റെ അടുത്ത് നിന്റെ കള്ളക്കളികളല്ല. എനിക്ക് രണ്ടിലൊരു തീരുമാനം ഇന്നറിയണം. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നിന്റെ മറ്റേ അവൻ.
ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ വേണം. നിനക്കുള്ളത് കിട്ടി, ബാക്കി ഞാൻ അവന് കൊടുത്തു. എന്തിനാ എനിക്ക് പാല് തന്ന്? എടാ പൊട്ട പാലത് മോരാ. തന്നെ നീ എപ്പോ വന്നു? ഞാൻ തന്നെ ഇനി എപ്പോ വന്നു? ഇവിടെ നിന്നോട് ആരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? എനിക്ക് ഓളിയാണ്, പിന്നെ നിങ്ങളൊക്കെ കാണണം എന്ന് വിചാരിച്ചപ്പോ ഞാൻ വന്നതാ. നീ ഇവിടെ എന്തൊക്കെ ചെയ്തോട്ട് നിനക്ക് അറിയോ? ആണോ? ഞാൻ എന്ത് ചെയ്തേ? കള്ളുടിച്ചതും പോരാ. ഞാൻ കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെയോ കുസൃതികൾ എന്താ ഒപ്പിച്ചു തോന്നുന്നു. അയ്യോ കുസൃതി അല്ല, നീ എന്നെ കുറിച്ച് നിഖിലത്ത് എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് മുന്നേ ഒരു പ്രേമുണ്ടായിരുന്നു, ഞാൻ അവനെ ചതിച്ചിട്ടാണ് ഇവന്റെ കൂടെ വന്നത്. അയ്യോ അത് ഞാൻ ഇന്നലെ കണ്ട പടത്തിന്റെ. നീ പോകുന്നതിന് മുന്നേ നിഖിലിനടുത്ത് സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. അയ്യോ അതേ ശരിയാക്കാ, പേടിക്കണ്ട. ഇനി ഞാൻ പറയാണ്ട് എങ്ങാനും നിന്നെ ഈ പരിസരത്ത് കണ്ട നിക്കെപ്പോ വരും? നിക്കി ഓടാ. ഈ മോര് ഒറ്റടിക്ക് കിക്കും പോയി വല്ലും പോയി. വല്ല കാര്യം ഉണ്ടായിരുന്നേക്ക് അണ്ണന്മാരുടെ ഒക്കെ വാക്കും കേട്ടോണ്ട്. ഒരു ദിവസം എന്നാറി എന്ന് കെട്ടിയെടുത്തോണ്ട് വന്നാലും തന്നെ അളിയാ അളിയാ അങ്ങനെ പറയരുത്. ഞാൻ എന്നോട് കൊറേ പറഞ്ഞതല്ലേ വേണ്ടാ വേണ്ടാന്ന്. ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയൊക്കെ ആവുന്നു, അതുകൊണ്ടാ. അത് അറിയുന്നതുകൊണ്ട് അളിയാ ഞാൻ പറഞ്ഞത്. എന്നെ കൂട്ടണ്ട, നിങ്ങൾക്ക് പണിയാവുന്നു. എനിക്ക് എന്താ വെച്ചാൽ വെള്ളടിച്ചാൽ ആരെങ്കിലും പറ്റൊരു അവിധം പറയണം. ഒരു സുഖം. ആരേലും പറ്റി അവിഹിതം? എടാ നിന്റെ കസൻ അല്ലടാ അത്, അവളെ പറ്റിയാണെങ്കിൽ ആ സമയത്ത് കസിന്നോ പെങ്ങളൊന്നും ഞാൻ നോക്കില്ല അളിയാ. ക്ഷമിക്കണം, നിക്കൊരു പ്രേം. ഞാൻ ഇല്ല, ഞാൻ പറയത്തേ ഇല്ല. കാണിച്ചായിരുന്നു നീ വേഗം ബാഗ് എടുത്തോണ്ട് ഇവിടെ നിന്ന് പോവാ. എന്ന് നീ വന്നാൽ അന്ന് എന്റെ ഇവിടെ പ്രശ്നം. അളിയ അങ്ങനെ പറയരുത്. അടിച്ചാണ്ട് എന്റെ എല്ലാടെ പല്ലിളകി എന്റെ അറിയാവോ? പല്ലിളകി അളിയന്റെ ഒരു അടി കിട്ടിയ പോലെ എനിക്കും കിട്ടിയോ? നിനക്ക് കിട്ടിയോ? ചെറുതായിട്ട്. അത് പോരായിരുന്നു, ഞാനിവിടെ തരണ്ടായിരുന്നു. അടുത്ത ആഴ്ച ബർത്ത്ഡേ ആണ്. നീ ബാഗ് എടുത്തോണ്ട് പോയ അവിടെ നിന്ന്. ഫുൾ ചെലവ് നമുക്കൊന്ന് കൂടിയാലോ? കൂടണ്ട, മതിയായി. ഒന്ന് പോയി തരാമോ ഇവിടുത്തെ ദൈവത്തെ ഓർത്ത്? ഇവിടെ നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഒന്നൊരു ബിയർ അടിക്കാന്ന് വിചാരിച്ച് അപ്പൊ നശിപ്പിച്ച് നാരണക്കലൊക്കെ അടി. അളിയനല്ലേ പറഞ്ഞത്? അവന് ആ $20 ഗൂഗിൾ പേ എടുത്ത് നീ പോടേ എവിടുന്ന്? 20 അല്ലേ? $20 അല്ലേ, $20. ഓക്കെ ബൈ. എന്തിനാണോ ഇല്ലോ ഞാൻ പറഞ്ഞതാ. അതുപോലെ ഉണ്ടോ കുറെ എണ്ണങ്ങൾ? അവനപ്പ എന്നെ കുടിപ്പിക്കണം. ബ്രോ ആരാ ബ്രോ? ആരാ ബ്രോ? ഞാനാ. ആര്? അവിടെ എന്താ അവസ്ഥ? അയ്യോ അവിടെ ഒന്നും പറയണ്ട. നിഖിലിന് നല്ല ചിമിട്ടൻ അടി കിട്ടിയെന്ന് കേട്ടെ. ഞാൻ ജസ്റ്റ് മിസ്. എന്തായാലും ബ്രോ ഞാൻ അങ്ങോട്ട് പോകണ്ട കേട്ടോ. എന്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നത്. ആണോ? സാറേ 2 ആഴ്ചക്ക് ബൈക്ക് നോക്കണ്ട. എന്നോട് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി ബാഗ് കൊടുത്തിട്ട്. ബ്രോ പോയാൽ ചിലപ്പോൾ മുട്ടുകാർ തല്ലുപിടിക്കും തന്നെ. അങ്ങനെയാണ് നിൽക്കുന്നത് തന്നെയാണ്. അവന്റെ അവസ്ഥ എങ്ങനെയാ? ഞാൻ ജസ്റ്റ് ഒരു നോട്ടം കണ്ടു. ഇവിടെ ചോന്നിരിക്കുന്നത്. ഇവിടെ പിന്നെ പഴയ പോലെ തന്നെ. എനിക്ക് ജസ്റ്റ് മിസ്സാ. അതിന് മുമ്പ് ഞാൻ ഓടി. നല്ല പൊട്ടിച്ചേനെ അവള്. കാരണം അവൾ അത്രയും കലിപ്പില്ല. എന്നാലും അതാരാ ബ്രോ? ആര് ബ്രോ? ബ്രോ പറഞ്ഞ കാമുകൻ. കാമുകനാ? ഏത് കാമുകൻ? നമ്മള് വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ കാമുകന്റെ കാര്യം പറഞ്ഞില്ലേ? നമ്മള് വെള്ളം അടിച്ചോ? നമ്മള് വെള്ളം അടിച്ചായിരുന്നു ബ്രോ. ബ്രോ അപ്പൊ ഒരു കാമുകന്റെ കാര്യം പറഞ്ഞില്ലേ? ആണോ? ഈ പ്രശ്നം ഇവിടെ വരെ നിക്കണെങ്കിൽ ആ കാമുകനല്ലേ കാരണം. ഞാൻ എന്താ പറഞ്ഞേ? ബ്രോ അല്ലേ പറഞ്ഞ തന്നെക്ക് ഏതൊരു കാമുകൻ ഉണ്ടായിരുന്നു, അവൻ കാരണമായിരുന്നു അവനെ വിട്ടിട്ട് ഇവിടെ വന്ന് സ്നേഹിച്ചത്. അങ്ങനെ ഇന്നലെ കണ്ട പടത്തിന്റെ ഇരുന്നു ബ്രോ. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതേതാ പടം? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്നെ അടുപ്പിക്കരുത് മൂട് മാറുന്നു. പടത്തിനെ പറ്റി പറയുകയാണെങ്കിലേ അത് മറ്റേ പയ്യനല്ലേ, നമ്മുടെ പുതിയ പയ്യൻ.